നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസമാണ്. വട്ടിയൂർക്കാവിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ആർ ശ്രീലേഖ ഭവന സന്ദർശനത്തിലാണ്. അല്പം മുമ്പ് നമ്മൾ കണ്ടു ജനങ്ങളുമായിട്ടൊരു ഡീല്. അതിങ്ങോട്ട് പറഞ്ഞതാ എന്നോട് ഡീൽ. അപ്പൊ ഈ BJPയും ജനങ്ങളും തമ്മിലാണ് ഡീലെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇപ്പോ അവര് പറയുന്ന പോലൊന്നും അല്ല ഡീല്. ഇതൊരു വലിയൊരു സന്തോഷമല്ലേ, എന്തോ ഒരു ആത്മവിശ്വാസമാണ് ഇവർ ഈ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ കിട്ടുന്നത്. ഇപ്രാവശ്യം എന്തായാലും ഒരു വലിയ മാറ്റം വട്ടിയൂർക്കാവിനുണ്ടാവും, കേരളത്തിലുണ്ടാവും. നമ്മളങ്ങനെ വിജയപാതയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഉജ്ജ്വലമായ തേരോട്ടം. വളരെ കുറച്ച് ദിവസമേ പ്രചാരണത്തിനുണ്ടായിരുന്നുള്ളൂ. എല്ലാ വീടും കയറാൻ പറ്റി, എല്ലാവരും കാണാൻ പറ്റി എന്നുള്ളൊരു വിശ്വാസമുണ്ടോ? എല്ലാവരും കാണാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നില്ല. കാരണം അത് ഇമ്പോസിബിൾ ആണ്. 1,70,000-ഓളം ആൾക്കാരുള്ളപ്പോൾ എല്ലാവരും നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. പക്ഷെ കഴിയുന്നത്ര സ്ഥലങ്ങളിലേക്ക് എന്റെ സന്ദേശം എത്തിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എല്ലാവർക്കും പൊതുവെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഒരു മാറ്റം ആവശ്യമാണ്. അതിന് ഉതകുന്ന ഒരു സ്ഥാനാർത്ഥി ഞാനാണ് എന്നുള്ളത്. സർവീസിലിരുന്ന ഒരാളോട് ചോദിക്കാൻ പാടില്ല, എന്നാലും ചൂട് തളർത്തിയോ? കുറച്ചൊക്കെ. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും എന്റെ പ്രവർത്തകരുടെ, എന്റെ കൂടെ നിൽക്കുന്നവരുടെ ഒരു ശക്തി, ഒരു ഊർജം, അതെനിക്ക് നല്ല കുളിർമ എപ്പോഴും തരുന്നുണ്ട്. രണ്ടുപേരിൽ നിന്നും കാര്യമായ ഭീഷണി ഉണ്ടായോ, അതെയോ വലിയ രീതിയിൽ മുന്നോട്ട്, അതായത് ഒരു നല്ല മേൽക്കൈ ഇത്തവണ നേടാൻ കഴിയും എന്നുള്ളത് തന്നെയാണോ? ഭീഷണിയോ? ഒട്ടുമില്ല. ഞങ്ങൾ തമ്മിൽ നല്ല സൗഹൃദത്തിലാണ്. നമ്മൾ 3 കാൻഡിഡേറ്റ്സും കണ്ട് ഇന്നലെ തന്നെ നമ്മൾ പൊങ്ങി ചെന്നപ്പോ നമ്മുടെ ഇതിനകത്തിരുന്നോണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വേവ് ചെയ്ത് കാണിക്കലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ സൗഹൃദത്തിൽ തന്നെയാണ്. പക്ഷെ മത്സരമാകുമ്പോൾ പിന്നെ നമ്മുടെ ജനങ്ങളുടെ പിന്തുണയാണല്ലോ പ്രധാനം. അപ്പൊ അതുകൊണ്ട് ആ പിന്തുണ ആർക്കാണോ മെച്ചപ്പെട്ടതെന്ന് വെച്ചാൽ അവർക്ക് കിട്ടട്ടെ എന്നാണ് ഞാൻ എപ്പോഴും വിചാരിക്കാറുള്ളത്. അല്ലാതെ ഒരു എന്താണ് ഭീഷണിയൊന്നും. ഒരു ത്രികോണ മത്സരത്തിന്റെ സ്വഭാവത്തിൽ തന്നെയാണോ പോയത് ഈ പ്രചാരണമൊക്കെ? അതും എനിക്കിപ്പോ പറയാൻ പറ്റില്ല. ആദ്യമൊക്കെ ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നു, ത്രികോണ മത്സരമായിരിക്കും എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ ആദ്യം തൊട്ട് എനിക്ക് തോന്നുന്നു 2 ആഴ്ചയായി എനിക്ക് ആ ത്രികോണം ഇങ്ങനെയാണെങ്കിൽ മുകളിലിരിക്കുന്ന ഞാനാ, ഈ 2 ഭാഗത്തും ഇരിക്കുന്ന അവർ രണ്ടുപേരും അതാണ് തോന്നിയിട്ടുള്ളത്. പൂർണ്ണമായിട്ടും ആത്മവിശ്വാസം, നല്ലൊരു ഭൂരിപക്ഷം അല്ലേ? ഓ യെസ്, നല്ല ഭൂരിപക്ഷം. ശരി. വട്ടിയൂർക്കാവിൽ മികച്ച ഭൂരിപക്ഷം ലഭിക്കും എന്ന് തന്നെയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി ആർ ശ്രീലേഖ പറയുന്നത്. ഒപ്പം ഭവന സന്ദർശനം അവസാന മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ എല്ലാവരെയും നേരിട്ട് കണ്ടുകൊണ്ട് പ്രചാരണം പൂർത്തിയാക്കാനുള്ള തിരക്കിട്ട ഓട്ടത്തിലാണ് സ്ഥാനാർത്ഥി.